ഈ വർഷത്തെ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വെറും 2 നഗരങ്ങളിലായി കാണികൾ ഇല്ലാതെയാണ് സൂപ്പർ ലീഗ് നടത്തുന്നത്. എന്നിട്ടും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഇന്ധനവില കുതിച്ചുയരുന്നതും കണക്കിലെടുത്താണ് 2 നഗരങ്ങളിൽ മാത്രമായി ഇത്തവണ ടൂർണമെൻറ്റ് ഒതുക്കിയതെന്നാണ് PCB ചെയർമാൻ മുഹ്സിൻ നഖ്വി ഞായറാഴ്ച പറഞ്ഞത്. എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ തീരുമാനത്തിനു പിന്നിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ടെന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. PSLൽ പങ്കെടുക്കാൻ നിശ്ചയിച്ച വിദേശ താരങ്ങളോട് ഈ ടൂർണമെൻറ്റിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടതായും അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയതായുമാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘടനയായ ജമാഅത്ത് ഉൽ അഹ്റാർ ആണ് വിദേശ താരങ്ങൾക്ക് ഭീഷണിയുമായി രംഗത്ത് വന്നത്. PSLൽ പങ്കെടുക്കുന്ന താരങ്ങളായ ഡേവിഡ് വാർണർ, സ്റ്റീവ് സ്മിത്ത്, ഡാരിൽ മിച്ചൽ തുടങ്ങിയ താരങ്ങൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. താരങ്ങളെ ഭീഷണിപ്പെടുത്തിയുള്ള പ്രസ്താവനയും ജമാഅത്ത് ഉൽ അഹ്റാർ പുറത്തുവിട്ടതായും പറയുന്നു. 2020 ലീഗിനായി പാകിസ്ഥാനിലേക്ക് വരുന്ന വിദേശ താരങ്ങളുടെ സുരക്ഷയ്ക്ക് യാതൊരു ഉറപ്പും ഇല്ലെന്നും എത്രയും വേഗം ടൂർണമെൻറ്റിൽ നിന്നും പിന്മാറണം എന്നുമാണ് ഈ താരങ്ങൾക്കുള്ള മുന്നറിയിപ്പ്. തങ്ങൾ ക്രിക്കറ്റ് അടക്കമുള്ള കായിക മത്സരങ്ങൾക്ക് എതിരല്ലെന്നും എന്നാൽ വലിയ താരങ്ങൾ പങ്കെടുക്കുന്ന വലിയ കായിക ഇവൻറ്റുകൾ നടത്താനുള്ള സുരക്ഷാ ശേഷി പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത് എന്നുമാണ് ഈ സംഘടനയുടെ വിശദീകരണം. സ്വന്തം താരങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നതിൽ നിന്ന് അതാത് ക്രിക്കറ്റ് ബോർഡുകൾ പിന്മാറണമെന്ന് കൂടി ജമാഅത്ത് ഉൽ അഹ്റാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. താരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടായിരിക്കില്ല എന്നും ജമാഅത്ത് ഉൽ അഹ്റാർ പറഞ്ഞതായി സൺഡേ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി മുന്നറിയിപ്പ് അവഗണിച്ചും PSL നടത്താനാണ് തീരുമാനമെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുമെന്നും സംഘടനയുടെ മുന്നറിയിപ്പുണ്ട്. സംഘടനയുടെ ശേഷി അനുസരിച്ച് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും. എന്തു വന്നാലും ഈ ടൂർണമെൻറ്റ് പാകിസ്ഥാനിൽ നടത്താൻ അനുവദിക്കില്ലെന്നും ജമാഅത്ത് ഉൽ അഹ്റാർ കമാൻഡർ പറയുന്നു. ഒരു കാരണവശാലും താരങ്ങളെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല എന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങളുടെ ഫലമായി പാകിസ്ഥാൻ ജനത ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ സൂപ്പർ ലീഗ് നടത്തുന്നത് ക്രൂരമായ ഒരു തമാശയാണെന്നാണ് ജമാഅത്ത് ഉൽ അഹ്റാറിൻ്റെ വാദം. മുറിവിൽ ഉപ്പ് പുരട്ടുന്നതിന് സമാനമാണ് ഇതെന്നും അവർ പ്രസ്താവനയിലൂടെ പറയുന്നു. അതേസമയം പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കാതെ IPLലേക്ക് ചേക്കേറുന്ന താരങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് PCB അധ്യക്ഷൻ മുഹ്സിൻ നഖ്വി പറയുകയും ചെയ്തു. PSL തുടങ്ങാൻ 2 ദിവസം മാത്രം അവശേഷിക്കെയാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിൽ എങ്ങനെയായിരിക്കും PCB വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ എത്തിച്ച് ഈ ടൂർണമെൻറ്റ് നടത്തുക എന്നതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പണ്ട് ശ്രീലങ്കൻ ടീം സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ ബോംബ് എറിഞ്ഞവരാണ് പാകിസ്ഥാനികൾ. ഇപ്പോഴത്തെ സംഘർഷഭരിതമായ അവസ്ഥയിൽ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകുക എന്നത് മരണത്തിലേക്ക് എടുത്തു ചാടുന്നതിന് തുല്യം തന്നെയാണ്.